നല്ല മഞ്ഞ. നമ്മൾ വിറയ്ക്കും. വിറയ്ക്കട്ടെ. തണുത്ത് വിറയ്ക്കുമ്പോ പുതച്ചു മൂടി കിടക്കാൻ ഒരു സുഖം. രാജു, അത് കണ്ടോ? കണ്ടു. അതിനെ കാട്ടുനിലാവെന്ന് പറയും. കാട്ടുനിലാവോ? രക്ഷപ്പെട്ടതോ? നീയൊക്കെ എന്തിനാടാ എന്റെ കാശ് വാങ്ങിച്ച് ഗുണ്ടകളാണെന്ന് പറഞ്ഞ് നടക്കുന്നേ? നീ എത്ര കൊലപാതകം ചെയ്തെന്നാ പറഞ്ഞേ? 3-4 പേരെ കൊന്നിട്ടുണ്ട് മാഡം. എല്ലാം അരുംകൊലകളായിരുന്നു അല്ലേ? ചത്തവരെല്ലാം കൈയും കെട്ടി നിന്നു തന്നു, നീ അങ്ങ് കൊന്നു അല്ലേടാ? കളിയാക്കാതെ മാഡം. എന്നാ പോയി കണ്ടുപിടിക്കടാ അവരെ. എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കേ. അവരെ കണ്ടെത്താതെ എന്റെ മുന്നിൽ വന്നേക്കരുത്. രാജുവിനെ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോ പാറ്റയ്ക്ക് നാണം വന്നു. അത് തിരികെ പോയതാ. മാഡം ഇപ്പൊ വളരെ ഹാപ്പിയാ. ഇങ്ങനെയുള്ള ഋതിക മാഡത്തെ കാണാനാ എനിക്കിഷ്ടം. ഞാൻ എന്തുകൊണ്ടാ ഹാപ്പിയെന്ന് രാജുനറിയോ? രാജു എന്നോടൊപ്പം ഉള്ളതുകൊണ്ട്. രാജു, ഈ കാട്ടാനകൾ ഇങ്ങോട്ട് വരുമോ? വരില്ല. ഈ ബംഗ്ലാവിന് ചുറ്റും കിടങ്ങ് കുഴിച്ചിട്ടുണ്ട്. ആനയ്ക്ക് വരാൻ പറ്റില്ല. ഞാൻ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കൂട്ടുകാരോടൊപ്പം കമ്പനി കൂടിയ ചിലപ്പോ വീട്ടിൽ ചെന്നില്ലെന്നൊക്കെ വരും. പക്ഷെ രാജു അങ്ങനെയല്ല. എവിടെ പോയാലും എത്ര രാത്രിയായാലും അവൻ വീട്ടിൽ വന്നേ ഉറങ്ങും. ആ രാജുവാ ഇന്നലെ ഈ വീട്ടില് വരാതിരുന്നേ. അതൊന്ന് തിരക്കണോന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവനെന്തോ അത്യാവശ്യത്തിന് പോയി നിക്കാണെന്നല്ലേ വേണോട്ടം വിളിച്ചപ്പോ പറഞ്ഞത്? അപ്പൊ അവൻ വിളിച്ച് പറഞ്ഞായിരുന്നല്ലേ? പറഞ്ഞിരുന്നു. പിന്നെന്തിനാണ് എല്ലാവർക്കും ഈ വേവലാതി? അവൻ ജീവിച്ചിരിപ്പുണ്ട്. അവനൊന്നും പറ്റിയതുമില്ല. അമ്മയ്ക്ക് ഇതിന്റെ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. ഇതിലെന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്, അതുറപ്പാ. എന്റെ മോൻ എന്നോട് നുണയൊന്നും പറയാറില്ല. ഓ ഭാഗ്യം. ഇതിക്കുന്ന എന്റെ മോനുണ്ടല്ലോ, അവൻ നുണയേ പറയൂ. എനിക്കിട്ടതാകുന്നതല്ലേ? അല്ല, എന്റെ ചോദ്യം ഇതാണ്,
സ്വന്തം മകനെ കാണാതായിട്ടേ ഇവിടെ അയാളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ടെൻഷനും ഇല്ലല്ലോ. ഉം, ഉം. ഇവിടെ എന്താ വട്ടമേശ സമ്മേളനോ അതോ കുടുംബയോഗോ? രാജു ഇന്നലെ രാത്രി ഇവിടെ വന്നില്ലല്ലോ, അതിനാ ഇവരെല്ലാരും പ്രയാസപ്പെട്ട് നിൽക്കുന്നത്. മാതാപിതാക്കളായ എനിക്കും നിനക്കുമില്ലാത്ത എന്തു മനപ്രയാസ ഇവർക്ക്? അല്ല, രാത്രി ഒരാള് കാണാതായിട്ട് ആൾ എവിടെയാണെന്നെങ്കിലും നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? രാജു വർമ്മ സാറിന്റെ PA, അവൻ സാറിനോടൊപ്പം ഉണ്ടാവും. PAക്ക് രാത്രി വർക്കൊന്നുമില്ലല്ലോ. എന്നൊന്നും പറയാൻ പറ്റില്ല. മിനിസ്റ്റർ ഒത്തിരി തിരക്കുള്ള ആളല്ലേ. ചിലപ്പോ അവർ രണ്ടുപേരും കൂടി പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ആ, അത് തന്നെ എന്റെ സംശയം. അവര് രണ്ടും കൂടെ എങ്ങോട്ടെങ്കിലും പോയി കാണും. ആ രമ്യ എന്താ അർത്ഥാക്കണേ? എന്റെ ടെൻഷൻ ഇവിടെ എല്ലാവർക്കും അറിയാലോ. ഇവള് രാജുവേ ശരണം രാജുവേ ശരണം എന്നും വിചാരിച്ചോണ്ടല്ലേ നടക്കുന്നത്. രാജുവിനെ കാണാതെ വന്നപ്പോ ഇവക്കൊരാദി. അത് സാധാരണയല്ലയോ, ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാകുന്നതല്ലയോ. ഭാര്യ? അതിന് അവനിവിടെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഞാനിവക്കൊരു മനസമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞു പോയതാ. മുണ്ടക്കലമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രമ്യക്ക് മനസ്സും കിട്ടിക്കോട്ടെ എന്ന് കരുതി ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്.